കോൺഗ്രസിൽ കുടുംബാധിപത്യമെന്ന ശശി തരൂരിൻ്റെ വിമർശനത്തിനെതിരെ കൊടിക്കുന്നിൽ തരൂരിൻ്റെ പരാമർശം ജനങ്ങൾ തള്ളിക്കളയുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, പല കോണുകളിൽ നിന്ന് തരൂരിൻ്റെ ലേഖനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ എന്നുള്ളത് വെട്ടിത്തുറഞ്ഞ് എഴുതിയ ലേഖനമാണ്. മാത്രമല്ല, അല്പം കൂടി കടന്നു തന്നെ തരൂർ പറയുകയും ചെയ്തിരുന്നു, നിയമ ഭേദഗതി വേണം ഇത്തരത്തിൽ കുടുംബവാഴ്ച അവസാനിപ്പിക്കാൻ. എന്തൊക്കെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? കോൺഗ്രസിനകത്തെ കുടുംബവാഴ്ചയ്ക്കെതിരെ തുറന്നടിച്ചിട്ടുള്ള ലേഖനത്തിൽ ആണ് ഇപ്പോൾ ശശി തരൂരിനെ തള്ളുന്ന സമീപനം കൊടിക്കുന്നിൽ സുരേഷ് MP എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെയും വിവിധ MP മാരും നേതാക്കളോടൊക്കെ തന്നെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരുന്നത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് MP മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഹൈക്കമാൻഡ് ഒരു പഠനം നടത്തണം, അതിൽ ഒരു മറുപടി നൽകേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു എന്നൊരു ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നിലപാടുകളായിരുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയും മറ്റുമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ കടുത്ത അതൃപ്തി കോൺഗ്രസിനകത്തെ വിവിധ നേതാക്കൾക്കുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഹൈക്കമാൻഡ് കൃത്യമായിട്ടുള്ള ഇടപെടലെടുക്കുകയോ അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിരുന്ന ഇതിലെ ഒരു കടുത്ത അതൃപ്തി കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിഷയത്തിൽ കൃത്യമായിട്ട് ഹൈക്കമാൻഡ് പഠനം നടത്തണം, അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് കൊടിക്കുന്നിൽ സുരേഷ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഹൈക്കമാൻഡ് നേരത്തെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് ശശി തരൂർ എടുക്കുന്ന നിലപാടുകളിൽ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളിൽ ഒന്നും തന്നെ പ്രതികരണം നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് വിവിധ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു ഒറ്റപ്പെടുത്തൽ നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാത്രം കടക്കുകയായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഹൈക്കമാൻഡിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ പരാമർശങ്ങളാണ് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിലും ഹൈക്കമാൻഡ് ഇപ്പോൾ മൗനം പാലിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം തേടാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പഠനം നടത്താനോ ഹൈക്കമാൻഡ് ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റു നേതാക്കൾക്ക് കൂടി ഈ വിഷയത്തിൽ ചില അതൃപ്തികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡിന് ഒരു ഇപ്പോൾ കൊടിക്കുന്നിലിന്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം റഷീദിലേക്ക് മടങ്ങി വരാം. അല്ല, നേരത്തെ ഉള്ളതെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണ്. അത് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മാധ്യമ ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. അത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത്. ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ ശശി തരൂർ പല കാര്യങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അടഞ്ഞ അധ്യായങ്ങളായി. അപ്പോൾ അതിലേക്കൊക്കെ പോയാൽ പിന്നെ അതിൻ്റെ പഴയ ഇതൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരുപാട് പുറകോട്ട് പോയിട്ട് വരും. അപ്പോൾ അതെല്ലാം അപ്പോൾ തന്നെ അടഞ്ഞ അധ്യായങ്ങളായി മാറുകയാണ്. അപ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തെ ഒരു ഡൈനാസ്റ്റി കുടുംബമാണ് എന്ന് ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അത് ഒരിക്കലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അംഗീകരിക്കുന്ന ഒന്നല്ല. റഷീദ് ഒരിക്കൽ കൂടി തുടരുകയാണ്. റഷീദ്, നേരത്തെ തന്നെ ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മുതൽ തരൂർ ഒറ്റപ്പെട്ട് തുടങ്ങിയതാണ് കോൺഗ്രസിൽ. പിന്നീട് പല ഘട്ടങ്ങളിൽ തരൂർ നടത്തിയ പ്രസ്താവനകൾ അതെല്ലാം തന്നെ ഒരുപക്ഷെ പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിൻ്റെ പ്രസ്താവനകൾ, സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ തരൂരിൻ്റെ പ്രസ്താവനകൾ, പിന്നാലെ കോൺഗ്രസിനെ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ പല പ്രസ്താവനകളും തരൂർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിലിൻ്റെ വാക്കുകൾ തന്നെ പറയുന്നു, പഴയതെല്ലാം കൂടി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്ത വിഷയങ്ങളിലേക്ക് പോകും. പക്ഷേ ഏതായാലും ഇപ്പോൾ ഈ കോൺഗ്രസ് ഡൈനാസ്റ്റി പാർട്ടിയാണെന്നുള്ള അഭിപ്രായത്തോട് യോജിപ്പില്ല, അത് ജനങ്ങൾ തള്ളിക്കളയും. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറികൾ കൂടുതൽ പേർ തരൂരിനെതിരെ രംഗത്ത് വരുന്നുണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നു. ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും നിരവധി നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലൊരു കടുത്ത അതൃപ്തി തന്നെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നിട്ടുള്ള യോഗങ്ങളിലും ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഈ വിഷയങ്ങൾ, അതായത് ശശി തരൂർ കൂടുതൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന സമീപനങ്ങൾ എടുക്കുന്നതിൽ ചില അതൃപ്തികൾ നേരത്തെ തന്നെ നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു മൗനം പാലിക്കുന്ന അല്ലെങ്കിൽ നിശബ്ദത തുടരുന്ന സമീപനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇത് ഏറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ഇവരെ തന്നെ നേരിട്ട് തുറന്നടിക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ ഒരു ലേഖനമാണ് ശശി തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ പോലും ഹൈക്കമാൻഡ് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഹൈക്കമാൻഡ് മൗനം പാലിക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. തരൂരിന്റെ വിഷയങ്ങളിൽ പരാമർശങ്ങൾ നടത്തരുത്, തുറന്ന പരാമർശങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തെയും അതോടൊപ്പം ദേശീയ തലത്തിലുള്ള നേതാക്കൾക്കടക്കം ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ലേഖനത്തിന് പിന്നാലെയും ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം തേടാൻ പാർട്ടിയും ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് അദ്ദേഹം എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു അഴിഞ്ഞ ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് മുമ്പ് തന്നെ നിരവധി നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് AICCയെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ശശി തരൂർ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ടുള്ള ചില ലേഖനങ്ങളും അതോടൊപ്പം അത്തരം നിലപാടുകളിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.